സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫെബ്രുവരി 1 എനർജി എന്താണ്. സാറ്റർഡേ പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി ഹാപ്പി എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാപ്പി മെമ്മറീസ് ആയിരിക്കാം. പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിസൾട്ട് ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് സ്പിരിച്വൽ എനർജിയാണ്, ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ടിൻ്റെ എനർജി കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരായിട്ട് കുറച്ചൊരു ക്വാളിറ്റി ടൈം, കുറച്ചൊരു ഹാപ്പി മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഒരു ദിവസം ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഒത്തിരി റിയലൈസേഷൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്, പാസ്റ്റിലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസവുമായിരിക്കാം. സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കാത്ത സമയത്ത് എന്തെങ്കിലും സർപ്രൈസ്, എന്തെങ്കിലും പോസിറ്റീവ് എനർജി വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ്സ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എഗെയിൻ ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി സ്പിരിച്വൽ ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇമോഷണൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ഇമോഷൻസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ, ഫോക്കസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ്, നിങ്ങളുടെ പണി ആയുധങ്ങളായിരിക്കാം, അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ലെങ്കിൽ അത് കുറച്ച് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നത്തോട്ട് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഓടിച്ചാടി ഒരു ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഡീലിങ്സ് ആയിരിക്കാം, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, എവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതിലെല്ലാം കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിട്ട് നമ്പർ 20 റിന്യൂവലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, ലൈഫിലെടുത്ത ഡിസിഷൻസ്, അതെല്ലാം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ന്യൂ എനർജി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലൊരു എനർജി ഷിഫ്റ്റ്, മാറ്റം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ സൗണ്ട്, വോയിസും ഇവിടെ പവർഫുള്ളായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസോടു കൂടി കാര്യങ്ങൾ പറയാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ടാകാം. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജിയാണ്, നീതിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ലോഡ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മ ബാലൻസ് ആകുന്ന ഒരു എനർജിയും ആയിരിക്കാം. പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസിലൊരു കോംപ്രമൈസ്, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒത്തിരി സക്സസ്, ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫെബ്രുവരി 1 എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്, ഫെബ്രുവരി 1 സാറ്റർഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒത്തിരി പ്രോസ്പെറസ് ആയിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ എനർജി, എന്തെങ്കിലുമൊക്കെ പുതിയ ചുവടുവെപ്പ് വയ്ക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൊത്തിരി സക്സസ്, ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, മാരേജിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീംസ് പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഡ്രീംസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു എക്സ്പാൻഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വിഷൻസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഡ്രീംസിന് കുറച്ചും കൂടെ നിങ്ങൾ ഒരു ആകൃതി കൊടുക്കുന്നതായിട്ട്, ഒരു രൂപം കൊടുക്കുന്നതായിട്ട്, ഓക്കെ എനിക്കിതാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഈ ഒരു രീതിയിലാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത്, ആ ഒരു രീതിയിലും എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻസ് വരുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിലനിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവലിൻ്റെ ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പേപ്പർ വർക്ക്, എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ഇൻസ്പിറേഷൻ, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ജനറസ് ആയിട്ടുള്ള എനർജി, ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഈ ഒരു ദിവസം നിങ്ങളുടെ ഇമോഷണൽ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഇവിടെ എന്തെങ്കിലുമൊക്കെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, എന്തെങ്കിലും ഡ്രാമ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എന്താ പറയുക, തെറ്റായ രീതിയിൽ നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. കുറച്ച് പേർക്ക് ട്രസ്റ്റ് വർത്തി അല്ലാത്ത, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു എനർജി ആയിരിക്കാം, ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരു കമ്പാഷൻ്റെ എനർജി മിസ്സായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്താണ് പഠിച്ചത് അത് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ റീഅസസ് ചെയ്യേണ്ട ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലെടുത്ത അല്ലെങ്കിൽ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം, അവിടെ കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഷൂവിൽ നിന്നിട്ട് ആ ഒരു വ്യക്തി എന്ത് എനർജി കൂടെയാണ് കടന്നു പോയത്, ആ ഒരു വ്യക്തി എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്, അതിൽ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കമ്പാഷൻ, കുറച്ചും കൂടെ ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് നിങ്ങളെയും കുറച്ചൊരു പീസ്ഫുൾ മൈൻഡിൽ നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എഗെയിൻ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി, എന്തെങ്കിലും എഗെയിൻ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലും ലക്ഷറി ഐറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പുതിയ ഷൂ ആയിരിക്കാം, വേറെ എന്തെങ്കിലും എനർജീസ് ഇന്നത്തെ ദിവസം ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടായിട്ട് എവിടെയെങ്കിലുമൊക്കെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. കോഫി ഡേറ്റിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾ എന്തെങ്കിലും എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു ആൻസർ ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ 9 ഓഫ് സോഡ്സിൽ എന്തെങ്കിലും നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ടെൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ഹീലിംഗ് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക്
എന്താ പറയുക, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, നേടാനായിട്ട് സാധിച്ചില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിഷമവും ഒരു എന്താ പറയുക ഒരു ആങ്സൈറ്റിയും ആയിരിക്കാം. അവിടെ ഒരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അത് ധൈര്യപൂർവ്വം നേരിടുന്നുണ്ടാകാം. ഡിറ്റർമിനേഷൻ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു എനർജിയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ പറഞ്ഞ കാര്യം കുറച്ചൊരു നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യുക, ടൈം ആയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കറിയാൻ പറ്റും എന്താണെന്ന്. സമയമായിട്ടില്ല, കുറച്ച് സമയം നിങ്ങൾ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് കൊടുക്കുക, ചിന്തിക്കുക. അതിനുശേഷം കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫെബ്രുവരി 1 എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.